ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആരാധന വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയും സ്ലീവ പെരുന്നാളിന് ശേഷം 6ാമത്തെ ഞായറാഴ്ചയും ആണ്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ എവൻഗലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗലിയാസ്താടെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ആണ്. ഈ വേദഭാഗത്ത് നാം കാണുന്നത് ഒരു പ്രമാണി യേശുവിനോട്, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നതായി 18-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പ്രമാണി എന്നതിന് പകരം ഒരുത്തൻ എന്നാണ് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നാം മർക്കോസ് എവൻഗലിയാസ്താടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ നോക്കുമ്പോൾ ഒരുവൻ ഓടി വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സമയവീക്ഷണ സുവിശേഷത്തിൽ 3ലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നത് അർത്ഥം. ന്യായപ്രമാണ കൽപ്പനകളുടെ ആചാരത്താൽ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുമോ എന്ന ഒരു ചിന്ത ചോദ്യമുന്നയിച്ച പ്രമാണിക്ക് ഉണ്ടായിരുന്നു. ഈ പ്രമാണി ചെറുപ്പം മുതൽ ഇതൊക്കെയും പാലിച്ചു പോന്ന ആൾ ആയിരുന്നുവെന്ന് 19 മുതൽ 21 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിൽ ഇനി എന്തുകൂടി ചെയ്താൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ആണ് അന്വേഷിക്കുന്നത്. യേശു അവനോട് പറയുന്നത്, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്ക് ഉള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുകയും എന്നാൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. അവൻ വളരെ ധനവാനായിരുന്നതിനാൽ അത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നതായി 22-23 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകജീവിതത്തിൽ ദൈവത്തേക്കാൾ അധികമായി ആശ്രയം എന്തിനു വയ്ക്കുന്നുവോ അത് വിഗ്രഹമാണ്. അത് അധികാരമായിരിക്കാം, പദവിയായിരിക്കാം, ധനമായിരിക്കാം, സ്ഥാനമാനങ്ങളായിരിക്കാം, ചർച്ചയിൽപ്പെട്ട വ്യക്തികളായിരിക്കാം, സ്വന്തം ഭാര്യയായിരിക്കാം, സ്വന്തം ഭർത്താവായിരിക്കാം, സ്വന്തം കുഞ്ഞുങ്ങളായിരിക്കാം, സ്വന്തം ആടുമാടുകളായിരിക്കാം, സ്വർണമായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ചിന്തിക്കുവാൻ സാധിക്കും. യേശുവിനെ സമീപിച്ച പ്രമാണിയുടെ വിഗ്രഹം സമ്പത്ത് ആയിരുന്നു. അത് വിട്ടുകളവാൻ ഒരിക്കലും അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. ധനമല്ല, ധനത്തോടുള്ള സമീപനമാണ് പ്രധാനം. നാം എന്തിനെ കൂടുതൽ സ്നേഹിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ ദൈവം. ജീവനുള്ളവനായ യേശു ക്രിസ്തു ഒഴിച്ച്, ആതൃത്വം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ വിഗ്രഹമാണ്. ദൈവരാജ്യത്തിൽ അർഹരായിരിക്കേണ്ടതിന് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് എന്നാണ് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ തടസ്സമായ പാപങ്ങളെക്കുറിച്ച് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. നടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയതിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഗലാത്യർ 5-19 മുതൽ 21 വരെയും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നാം ഈ വേദഭാഗത്ത് നിന്നും മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നാം വിഗ്രഹാരാധകർ ആയിരിക്കരുത്. അതായത് നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അല്ലാതെ അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സേവിക്കല്ലാതെ മറ്റൊന്നിനെയും നമ്മൾ കൂടുതലായി ആഗ്രഹിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ലോകത്തിൽ സ്വരൂപിക്കുന്നതൊന്നും തന്നെ സ്വർഗരാജ്യത്തിൻ്റെ നിക്ഷേപം ആയിരിക്കുകയില്ല. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഓരോ പ്രവൃത്തിയും നിത്യത്തിലേക്കുള്ള വഴി ഒരുക്കുന്നതായിരിക്കണം. അതിന് നാം തയ്യാറായിരിക്കേണ്ടതുണ്ട്. അതിനായി പരിശുദ്ധനായി പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിപ്പീൻ, നിരന്തരം ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്നാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. നാം അത് മനസ്സിലാക്കി
അതിന് പ്രകാരം നമ്മുടെ ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. കർത്താവായ യേശു ക്രിസ്തു ഈ പ്രമാണിയോട് പറയുന്നത് നാം നമ്മുടെ ഹൃദയത്തിൽ സംഹരിക്കുകയും അതിന് പ്രകാരം നാം ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. അതിനായി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ പിതാക്കന്മാരായ പരുമല തിരുമേനിയെയും പാമ്പാടി തിരുമേനിയെയും ഒക്കെ അവരുടെ ജീവിത രീതിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ പോലെ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും അവർ കാണിച്ചു തന്നതായ പാതയിലൂടെ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും നല്ല ഒരു ജീവിതം ഈ ലോകത്തിൽ കെട്ടിപ്പടുക്കുകയും അതിന് പ്രകാരം നമുക്ക് സ്വർഗത്തിലൊരു നിക്ഷേപം ഉണ്ടാവുകയും ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അതിനായി പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതായ വഴികളിലൂടെ സഞ്ചരിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി സൺഡേ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.